1962 എൻ്റെ അച്ഛൻ കലാനിലയം കൃഷ്ണൻ നായരും എൻ്റെ അമ്മ അമ്മണിയമ്മ പിന്നെ അതുപോലെ കലാനിലയത്തിൽ നാടകങ്ങൾ മുഴുവൻ രചിച്ച ശ്രീ ജഗതി NK ആചാര്യ എല്ലാവരും ചേർന്ന് തുടങ്ങിയത്. 1962 ശ്രീ കലാനിലയം കൃഷ്ണൻ നായർ ആദ്യമായി മലയാള നാടകവേദിയിലൊരു മുഖച്ഛായ എന്നെ മാറ്റി എഴുതി. കാരണം സ്ഥിരം നാടകവേദി എന്ന ഒരു ആശയം അദ്ദേഹം മലയാള നാടകവേദിക്ക് സമർപ്പിച്ചു. അന്നു മുതൽ പ്രസിദ്ധങ്ങളായ പല നാടകങ്ങളും അവതരിപ്പിച്ച് മലയാളികളുടെ മനസ്സിൽ എന്നും സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു പ്രസ്ഥാനമാണ് കലാനിലയം. കലാനിലയത്തിലെ പ്രസിദ്ധമായ നാടകങ്ങൾ എന്ന് പറയുന്നത് താജ്മഹൽ, ഉമ്മണിത്തങ്ക, ദേവദാസി, അലാവുദ്ദീനും അത്ഭുത വിളക്കും, രക്തരക്ഷസ്, കടമറ്റത്ത് കഥ, 10-25 നാടകത്തോളം കലാനിലയം രംഗത്ത് അവതരിപ്പിച്ച് വരികയാണ്. ഇതിന്റെ എല്ലാം രചന നിർവഹിച്ചത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജഗതി ശ്രീകുമാറിന്റെ അച്ഛൻ ജഗതി NK ആചാര്യാണ്. രചിച്ചേട്ട അച്ഛൻ തന്നെയാണ് എല്ലാ നാടകങ്ങൾക്കും തൂലിക ചലിപ്പിച്ചത്. രക്തരക്ഷസ് നാടകം മലയാള നാടകത്തിന്റെ ഒരു ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ്. കാരണം വർഷങ്ങളായി തുടർച്ചയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് വരികയാണ് ഈ നാടകം. അതുപോലെ കടമറ്റത്ത് കത്തനാരെന്ന് പറയുന്നതും ഏകദേശം 49 വർഷത്തോളമായി തുടർച്ചയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് വരുന്നു. ഇപ്പോൾ 1980 എൻ്റെ അച്ഛൻ ശ്രീ കലാനിലയം കൃഷ്ണൻ നായർ മരിച്ചതിന് ശേഷം കുറച്ചു കാലം ഒരു ഇടവേള ഈ നാടക പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. അതിനുശേഷം 2003 ഞാനും നമ്മുടെ പ്രിയങ്കരനായ ജഗതിച്ചേട്ടനും കൂടി ഈ നാടക പ്രസ്ഥാനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. അന്ന് മുതൽ കടമറ്റത്ത് കത്തന, രക്തരക്ഷസ്, കായംകുളം കൊച്ചുണ്ണി, നാരദൻ കേരളത്തിൽ എന്നീ നാടകങ്ങളുമായിട്ട് ചൈത്രയാത്ര തുടരുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇരിഞ്ഞാലക്കുട വന്നെത്തിയിരിക്കുകയാണ് ഈ നാടക പ്രസ്ഥാനം. കലാനിലയത്തിലെ നാടകത്തിന്റെ പ്രത്യേകതകളെ പറ്റിയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം മലയാളികൾക്ക് എന്നേക്കാൾ കൂടുതൽ ആധികാരികമായിട്ട് മറ്റുള്ള കലാസ്നേഹികൾക്ക് കലാനിലയത്തിനെ പറ്റി അറിയാമായിരിക്കാം. പക്ഷെ എന്നാലും ചില പ്രത്യേകത ഞാൻ എടുത്തു പറയാം. കാരണം ഒരു സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് ഈ നാടകത്തിനുള്ളത്. അതായത് വിത്തിൻ സെക്കൻഡ്സിൽ സീനുകൾ മാറിക്കൊണ്ടിരിക്കും. 5000 സ്ക്വയർ ഫീറ്റാണ് ഈ നാടക സ്റ്റേജിന്റെ വിസ്തീർണം. അത് തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ നാടക സ്റ്റേജാണ് ഈ കലാനിലയത്തിന്റെ സ്റ്റേജ്. പിന്നെ ഈ സ്റ്റേജിൽ കൂടെ കാറ് വരും, പ്ലെയിൻ, മഴ, ഇടിമിന്നൽ. ഒരു സ്റ്റേജിൽ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള എല്ലാവിധ ടെക്നിക്സും കലാനിലയത്തിന്റെ നാടകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും കലാനിലയത്തിന്റെ നാടകങ്ങൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് വരാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുള്ളത്. 150 പരം കലാകാരന്മാരും കലാകാരികളാണ് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത്. ശബ്ദ ക്രമീകരണങ്ങളിലും ലൈറ്റിംഗ് പാറ്റേണിലും വളരെയധികം അഡ്വാൻസ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ അറിയാം, എല്ലാം ആധുനിക രീതിയിലുള്ള സിനിമകളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് കലാനിലയത്തിലെ നാടകങ്ങൾ ജനപ്രീതി ആർജിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ നാടകത്തിന് ആൾക്കാർക്കുള്ള സ്നേഹവും നാടകം കാണാനുള്ള ആഗ്രഹവും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം. കാരണം നാടകം മരിച്ചു എന്ന് പറയുന്ന എല്ലാവരും ഒരു കാര്യം ചിന്തിക്കണം. കാരണം കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും രംഗത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നാടകം ഇപ്പോഴും ആസ്വാദ്യകരമായിരിക്കും. നാടകം കാണാൻ പ്രേക്ഷകരുണ്ടായിരിക്കും. ഏതായാലും ഇന്നു മുതൽ കലാനിലയത്തിലെ നാടകങ്ങൾ ഞാൻ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം കടമറ്റത്ത് കത്തന എന്ന മാന്ത്രിക നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 18-ാം തീയതി മുതൽ കലാനിലയത്തിന്റെ സൂപ്പർ ഹിറ്റ് നാടകം രക്തരക്ഷസ് അവതരിപ്പിച്ചു തുടങ്ങി. ഈ സീരിയൽ കാണുന്ന കഥയുമായിട്ട് ഈ കടമറ്റത്ത് കത്തന യാതൊരുവിധ സാമ്യവുമില്ല. ഇത് വർഷങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ്. കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ള നാടകമാണ്. ഈ നാടകത്തിൽ കടമറ്റം പള്ളി, കുഞ്ചോൺ മഠം, പനിയണ്ണാർക്കാവ്, അങ്ങനെ അത്യന്താധുനികമായ എല്ലാ രീതിയിലുള്ള സെറ്റിങ്സുകൾ, നിങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്പെഷ്യൽ എഫക്ട്സുകളും ഈ നാടകത്തിൽ കാണാം. ഈ നാടകം എല്ലാവരും ഒന്ന് കാണുക, കണ്ട് ആസ്വദിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവിധ സഹകരണവും നാടക പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ കൊടുക്കുക.